കിട്ടി, ആ മാർക്ക് പോയി കിട്ടുന്നുണ്ട്. അതിനൊരു അരമാർക്ക് പോലും കിട്ടില്ല. ഹാർഡ് ബീറ്റൊക്കെ കൂടി എനിക്ക് ടെൻഷനായി. ഇതിന് റിഗ്രറ്റ് ഉണ്ട്. ഹായ് ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാമിന്റെ റിവ്യൂ ആണ്. ആദ്യം എക്സാം സ്റ്റാർട്ട് ചെയ്യുന്ന ആ സമയം തന്നെ നമുക്ക് ആദ്യത്തെ 5 മിനിറ്റ് പറയും. ആ 5 മിനിറ്റിൽ നമ്മൾ പ്രൊസീജിയറും പ്രിൻസിപ്പിളും എഴുതി കൊടുക്കണം. അങ്ങനെ വെച്ചാൽ ടൈട്രേഷന് നമുക്ക് രണ്ട് സൊല്യൂഷൻ മീൻസ് ആൽക്കലി ആസിഡും നമുക്ക് തരും. ഞങ്ങൾക്ക് കിട്ടിയത് ആദ്യമത്തേത് KOH, രണ്ടാമത്തെ HNO3. KOH HNO3 ആണ് നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യേണ്ടത്. പ്രിൻസിപ്പിളും പ്രൊസീജിയറും ആദ്യമത്തെ 5 മിനിറ്റ് എഴുതുന്നതിനകത്ത് നമുക്ക് 3 മാർക്കാണ് കിട്ടുന്നത്. പ്രൊസീജിയറിന് 2 മാർക്കും പ്രിൻസിപ്പിളിന് 1 മാർക്കും. അപ്പൊ നമുക്ക് KOH പ്ലസ് HNO3 എന്ന് പറയുന്നത് KNO3 പ്ലസ് H2O അങ്ങനെയാണ് നമുക്ക് കിട്ടേണ്ടത്. പക്ഷെ ഞാനാണെങ്കിൽ ബാലൻസ് ചെയ്യണം അങ്ങനെ എന്തോ എനിക്ക് എളുപ്പം തോന്നി. ഞാനൊരു ആൻസർ കറക്റ്റാണ് എഴുതിയത്. എന്നിട്ട് ഈ ആൻസർ എഴുതിയിട്ട് എനിക്കൊന്ന് ബാലൻസ് ചെയ്യണമെന്ന് തോന്നിയിട്ട് അപ്പുറത്തെ ഇപ്പുറത്ത് ഞാൻ 2 ഇട്ട് കൊടുത്തു. ഫ്രണ്ടിലും ഒക്കെ ഞാൻ 2 ഇട്ട് കൊടുത്തു. അങ്ങനെ ആ ഒരു മാർക്ക് പോയി. പിന്നെ പ്രൊസീജിയർ എന്ന് പറയുന്നത് നമ്മൾ എന്തുവാ ഏത് സൊല്യൂഷൻ ആണ് എന്ന് വെച്ചാൽ ആസിഡ് ഏതാ, ബേസ് ഏതാ, പിന്നെ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഡിക്കേറ്റർ. ഞങ്ങൾക്കാണെങ്കിൽ ഇപ്പം KOH HNO3 വന്നോണ്ട് തന്നെ നമുക്ക് ഫിനോഫ്തലിൻ ഇൻഡിക്കേറ്ററാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ എഴുതുമ്പോൾ 2 മാർക്ക് കിട്ടും. അപ്പൊ അത് കളർ ചേഞ്ച് ലാസ്റ്റ് അറ്റ് എൻഡ് പോയിന്റ് കളർ ചേഞ്ച് ഒക്കെ മാറുന്നത് എഴുതുമ്പോഴേക്ക് 2 മാർക്ക് കിട്ടും. അപ്പം അങ്ങനെയൊക്കെയാണ് ആദ്യം 5 മിനിറ്റ്. അത് കഴിഞ്ഞ് നമുക്ക് ടൈട്രേഷനും ഉണ്ട്, സോൾട്ട് അനാലിസിസ് ഉണ്ട്. അപ്പൊ ആദ്യം എനിക്ക് ചെയ്യാനുണ്ടായിരുന്നത് ടൈട്രേഷൻ ആയിരുന്നു. ടൈട്രേഷൻ ആണെങ്കിൽ പറഞ്ഞ പോലെ KOH HNO3 ആയിരുന്നു, നൈട്രിക് ആസിഡ് ആൻഡ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. അപ്പൊ ഇത് രണ്ടും ചെയ്തപ്പോൾ 18.5 എനിക്ക് കിട്ടിയ വാല്യൂസ് ആണ്. 18.5 ആണ് എനിക്ക് കൺകോർഡന്റ് വാല്യൂ ആയിട്ട് കിട്ടിയത്. അപ്പൊ അതൊക്കെ ചെയ്ത് കാൽക്കുലേഷനും ഒബ്സർവേഷനും ഒക്കെ ചെയ്ത് ആൻസർ ഒക്കെ കിട്ടി. അതൊക്കെ ഓക്കെയാണ്. അത് ആ ഒരു ടൈട്രേഷൻ കഴിഞ്ഞപ്പോഴേക്കും പ്രൊസീജിയറും പ്രിൻസിപ്പളും നമുക്ക് അപ്പം തന്നെ നോക്കി നമുക്ക് ആ പേപ്പർ തിരിച്ചു തരും. അഡീഷണൽ സ്റ്റേറ്റ് നമുക്ക് തിരിച്ചു തരും. അതിനപ്പം ടൈട്രേഷൻ എല്ലാം വാല്യൂ എല്ലാം എഴുതി റിസൾട്ട് എല്ലാം എഴുതി കഴിഞ്ഞപ്പോഴേക്കും ഈ പ്രൊസീജിയറും പ്രിൻസിപ്പളും എഴുതി പേപ്പർ എന്നുള്ളത് എന്റെ ഒരു മാർക്ക് പോയെന്ന് എനിക്ക് അപ്പം മനസ്സിലായി. അങ്ങനെ മനസ്സിലായപ്പോൾ എനിക്ക് ടെൻഷൻ അപ്പം എനിക്ക് ടെൻഷൻ ഞാൻ ഓവറായി. എനിക്ക് ടെൻഷനായി. പിന്നെ നമുക്ക് സോൾട്ട് ചെയ്യാം. രണ്ടാമത് ഇനി സോൾട്ട് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പൊ സോൾട്ടിന് കിടക്കുവാണെങ്കിൽ ആ സോൾട്ട് നമുക്ക് ചൈന ഡിഷിലായിരുന്നു. ഈ ചൈന ഡിഷിൽ നമുക്ക് നമ്പർ എഴുതിയേക്കും 1, 2 നമ്പറൊക്കെ. എനിക്ക് 2 സോൾട്ട് നമ്പർ 2 എനിക്ക് കിട്ടിയത്. അതിനകത്തപ്പം ലെഡ് അസെറ്റേറ്റ് എനിക്ക് കിട്ടിയ സോൾട്ട്. സംഭവം എന്താണെന്ന് വെച്ചാൽ നമുക്കാണെങ്കിൽ സോൾട്ട് ചെയ്യുമ്പോൾ ആനയോണും ഉണ്ട് കാറ്റയോണും ഉണ്ട്. എനിക്ക് കിട്ടിയ സോൾട്ട് എന്ന് പറയുന്നത് ലെഡ് അസെറ്റേറ്റ് ആയിരുന്നല്ലോ. അപ്പം അസെറ്റേറ്റ് ആനയോണും ലെഡ് എന്ന് പറയുന്നത് കാറ്റയോണും ആണ്. അപ്പൊ സോൾട്ട് ചെയ്തതിൽ ആദ്യമേ കാർബണേറ്റ് ചെയ്തു, അതല്ല പിന്നെ ഞാൻ അസിറ്റേറ്റ് ചെയ്തു. അപ്പൊ എനിക്ക് ചെറിയൊരു വിനെഗറിന്റെ സ്മെല്ല്. നമുക്ക് അതിനകത്ത് സ്മെൽ ഓഫ് വിനെഗർ ആണ് വരേണ്ടത്. ആദ്യം അമോണിയ, രണ്ടാമത് ലെഡ്. അങ്ങനെ അമോണിയ ചെയ്തപ്പോൾ അമോണിയ അല്ല, നോ പ്രസിപ്പിറ്റേറ്റ് ആണ് പറയേണ്ടത്. പക്ഷെ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് വന്നു, അമോണിയ അല്ല. പിന്നെ എനിക്ക് രണ്ടാമത് ലെഡ് ചെയ്തു. ലെഡ് ചെയ്തപ്പോൾ എനിക്ക് വൈറ്റ് പ്രസിപ്പിറ്റേറ്റ് കിട്ടി. അപ്പൊ ലെഡ് ആണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ പോയി ഇൻവിജിലേറ്ററിന്റെ അടുത്ത് പോയി പറയാം ഏതാ നമുക്ക് സോൾട്ട് കിട്ടി. അപ്പൊ നമുക്ക് എഴുതിക്കോളാൻ പറയും. ആൻസർ ഷീറ്റിൽ നമ്മൾ എഴുതാൻ പറയും. ആദ്യത്തെ 5 മിനിറ്റിൽ എഴുതിയ പ്രൊസീജിയറും പ്രിൻസിപ്പിൾ എഴുതിയതിനകത്ത് പ്രിൻസിപ്പിൾ തെറ്റിയതിനകത്ത് എനിക്ക് റിഗ്രറ്റ് ഉണ്ട്. കാരണം ഞാൻ ആൻസർ കറക്റ്റ് എഴുതിയിട്ട് തെറ്റുത്തരം എഴുതി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു റിഗ്രറ്റ് ഉണ്ടല്ലോ. ആ ഒരു റിഗ്രറ്റ് എനിക്ക് ഇപ്പോഴും ഉണ്ട്. ഇനിയിപ്പോ അതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും എവിടേക്കും ഒരു വിഷമം. അപ്പൊ നമ്മൾ എക്സാമിന് പോകുമ്പോൾ മെയിനായിട്ട് റെക്കോർഡ് കൊണ്ടുപോകണം. പിന്നെ ഞാനാണെങ്കിൽ ചുമ്മാ ലാഭവാനിൽ എടുത്തിട്ടുണ്ടായിരുന്നു. ഈ സംഭവമാണ് നമ്മുടെ സോൾട്ട് ചെയ്യുന്നതിന്റെ സ്കീം. എന്നുവെച്ചാൽ ഇത് പഠിച്ചിട്ട് പോയിട്ടാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഇതിപ്പോ 2 ഉണ്ട്. എനിക്കറിയത്തില്ല ഈ എക്സാമിന് പറഞ്ഞാൽ നമ്മൾ എളുപ്പം വായിച്ചിട്ട് എന്റെ ബാഗിലോട്ട് എടുത്ത് വെച്ചാണ്. ഇനിയിപ്പോ ഇത് ആവശ്യമില്ല. പിന്നെ ഇതിൽ പറയാനുള്ള കാര്യം നമുക്കാണെങ്കിൽ ഇതിലാണെങ്കിൽ ആണി ഇങ്ങനെ അടിക്കുന്ന ആ സംഭവമുണ്ട്. ആ സംഭവത്തില് എന്തുവാ എല്ലാവർക്കും വിഷമമാണ്. അവരുടെ റെക്കോർഡ് ഇങ്ങനെ കഷ്ടപ്പെട്ട് എഴുതി ആണി അടിക്കുന്നതൊക്കെ. പക്ഷെ എനിക്കെന്തോ സന്തോഷമായിരുന്നു. എനിക്കെന്തോ ഇത് കഴിഞ്ഞല്ലോ, ആ സബ്ജക്ട് കഴിഞ്ഞല്ലോ, ദോഷം സംതൃപ്തി അങ്ങനെയൊക്കെയായിരുന്നു. ഇത് പക്ഷേ ആണി അടിച്ച് നമുക്ക് ഉള്ളിലൂടെ ഇങ്ങനെ കിടത്തിയൊക്കെ ഇട്ട് വരണം. ബട്ട് ഇതിനകത്ത് ഉള്ളിലൂടെ കിടത്തിയൊന്നും പോയിട്ടില്ല. അറിയത്തില്ല, അവരിപ്പോ ജസ്റ്റ് ചുമ്മാ അടിച്ചു വിട്ടേക്കും. അപ്പൊ നിങ്ങളുടെ കെമിസ്ട്രി പ്രാക്ടിക്കൽ എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് എന്താ നിങ്ങൾക്ക് തോന്നുന്നത് കമന്റ് ചെയ്യുക. അപ്പൊ ഇതിൽ സംശയമൊക്കെ ഉണ്ടെങ്കിൽ മെസ്സേജ് ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ കമന്റ് ചെയ്തോളൂ, ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ബൈ.